അപ്പം ഈ നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങനെ അടുത്ത ഫ്രണ്ട് നെയ്ബേഴ്സിന്റെ ഒക്കെ അടുത്തൊന്നും പോയി അങ്ങനെ കളിക്കാനൊന്നും ഒന്നും വളരെ കുറച്ച് സമയം വല്ലപ്പോഴും തോന്നിയാൽ മാത്രമേ അവർ സമ്മതിക്കുള്ളൂ. അവരെന്നല്ല, അച്ഛനല്ല, അമ്മ. അപ്പൊ അതൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട് ചെറിയ പ്രായത്തിലൊക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ ഒരു പുറത്തേക്കൊക്കെ പോകുന്നതൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയോ ഉണ്ടാക്കി പറയുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര അതിശയാണ്. ഇങ്ങനെയാണോ എന്ന് തോന്നിപ്പോകും. അവിടെ ഇറങ്ങരുത്, അങ്ങനെ ചെയ്യരുത്, ഇവിടെ വെള്ളത്തിൽ പോകരുത്, ഭയങ്കര ഭയങ്കര കാര്യങ്ങളൊക്കെയാ പറയാ. അപ്പൊ അത് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് എപ്പോഴും കൂടുതലല്ല, ഒരു ഓൾമോസ്റ്റ് ഒരു 99.9% അച്ഛൻ്റെ കൂടെയാണ്. മേ ബി അത് ആ ഒറ്റ മോളായതുകൊണ്ടുള്ള ഒരു കെയറിങ് കൺസേൺ അല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു കുറച്ച് നമ്മള് വലുതാകുമ്പോഴത്തേക്ക് അതിന് മാറ്റം വരും. ഇല്ല, അതൊരിക്കലും മാറില്ല. ഓക്കെ, ചേച്ചിക്ക് ഏറ്റവും പേടി എന്തിനാണ്? എനിക്കിപ്പോ ഈ അടുത്ത കാലത്ത് ഫ്ലൈറ്റിൽ കയറാൻ ഭയങ്കര പേടിയാണ്. ആണോ? അയ്യോ, ഇത് ആരിതിന് മുന്നേ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഒരു പ്രശ്നം ഒരിടക്ക് വെച്ചിട്ട് ഒരിടയ്ക്ക് വെച്ചിട്ടൊരു പേടി. അതെന്താന്ന് എനിക്ക് റീസെന്റ് തുടങ്ങിയതാണ്. ഇനി നേരത്തെ ഒന്നും ഒരു കുഴപ്പമില്ല, യാതൊരു പ്രശ്നമില്ല. റീസെന്റ് അപ്പൊ ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും പോകേണ്ടി വരും. കാരണം ഇപ്പൊ തെലുങ്ക് മൂവി അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് നമുക്കത് ഒരു 1 year ആയിട്ട് ഇപ്പൊ അതിന് ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പൊക്കെ നമ്മൾ എപ്പോഴും ഓൾമോസ്റ്റ് ഓരോ ആഴ്ചയിലും നമ്മൾ ട്രാവൽ ചെയ്യേണ്ടി വരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട്. അപ്പൊ അതെനിക്കൊരു ഭയങ്കര ടെൻഷൻ. അതിന് നമ്മളിങ്ങനെ ഫ്ലൈറ്റിൽ കയറാനായിട്ടൊക്കെ പോകുന്ന സമയത്തായിരിക്കും ഇന്നയുടെ സ്ഥലത്ത് മറ്റേ താഴെ പോയി ഇത്ര ആളുകൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ. ഭയങ്കര ടെൻഷൻ, ഭയങ്കര ടെൻഷൻ. അത് എന്താണ് ആ ഒരു എനിക്ക് ഇതുവരെ അതിന്റെ റീസൺ മനസ്സിലായിട്ടില്ല. പിന്നെ നമ്മൾ ഈ ഇതുണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ നമ്മളത് അറിഞ്ഞുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കുറച്ചുകൂടി. ബോബി ചെമ്മണ്ണൂരിനെതിരെ എടുത്ത കേസിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സമാനമായ രീതിയിൽ പരാമർശം നടത്തുന്നവർക്കെതിരെയും ഉടൻ പരാതി നൽകാനാണ് ഹണിയുടെ തീരുമാനം. ബോബി ചെമ്മണ്ണൂരിന് പുറമെ ഹണി റോസിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത സൈബർ അധിക്ഷേപ കേസിൽ ഫേസ്ബുക്കിൽ നിന്ന് കൊച്ചി പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഈ പരാതിയിൽ മൊഴി നൽകിയ ഹണി റോസ് ഇൻസ്റ്റഗ്രാമിലടക്കം തനിക്കെതിരെ വന്ന അധിക്ഷേപ കമന്റുകളുടെ സ്ക്രീൻഷോട്ട് സഹിതം പോലീസിന് കൈമാറി. അശ്ലീല കമന്റിട്ട 20 പേരെ തിരിച്ചറിഞ്ഞെന്നും നടപടി തുടരുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചു. ബോബി ചെമ്മണ്ണൂർ, താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാകും. താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ. ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നാണ് ഹണി റോസ് ഇൻസ്റ്റഗ്രാമിലിട്ട പോസ്റ്റിൽ പറയുന്നത്. സ്വർണ്ണ വ്യാപാര സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനിടയിൽ ഉടമ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കും കമന്റുകൾക്കുമെതിരെ നടി നേരത്തെ പരസ്യമായ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ഇതിന് താഴെ രൂക്ഷമായ സൈബർ അധിക്ഷേപം നടന്നു. പിന്നാലെ നടി പോലീസിനെ സമീപിക്കുകയും അശ്ലീല കമന്റ് ഇട്ടവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. എന്നാൽ ആദ്യം നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി പരാതിപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ നേരിട്ടെത്തി താരം പരാതി നൽകുകയും ഇക്കാര്യം ഇൻസ്റ്റഗ്രാമിൽ ബോബി ചെമ്മണ്ണൂരിനുള്ള പരസ്യമായ കത്തിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തത്. ഇൻബോൺ ആയിട്ടുള്ള ഒരു ടാലന്റ് ആയിരിക്കാം അത്. പിന്നെ എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആണെന്നുള്ളത് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുമ്പം അവരൊരു ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഒരു ദിവസത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അല്ലാതെയൊക്കെ എങ്ങനെയാ നമുക്ക് ആ റെസ്റ്റ് എടുക്കുന്നത് ഒരു ഭയങ്കര അത്യാവശ്യ സാധനമായിട്ടെന്നുള്ള നമ്മുടെ മൈൻഡിൽ അങ്ങനെ കിടക്കുകയാണ്. എവിടെയെങ്കിലുമൊക്കെ യാത്ര പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കുറച്ച് നേരം നന്നായിട്ട് റെസ്റ്റ് എടുത്ത് നന്നായിട്ട് ഉറങ്ങി അങ്ങനെയൊക്കെ പറ്റുള്ളൂ. പക്ഷെ ഇവരിങ്ങനെ ഒരു മെഷീൻ പോലെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവർക്ക് യാതൊരു രീതിയിലുള്ള മടിയോ ബുദ്ധിമുട്ടോ ക്ഷീണമോ ഒന്നും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അതൊന്നും അല്ലാതെ ആ ഒരു ജോലിയോടുള്ള ഒരു ഇഷ്ടവും ആഗ്രഹമൊക്കെ ആയിരിക്കാം അങ്ങനെ ഒരു മെഷീൻ പോലെ വർക്ക് ചെയ്യാനായിട്ട് അനുവദിക്കുന്നതെന്ന് തോന്നുന്നു. അത് ഒരു ശരിക്കും ഒരു മാജിക്കാണ് അത് കാണാൻ. മമ്മൂക്ക ഉണ്ടായിരുന്നു മൂവി എനിക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഭയങ്കര സന്തോഷം, അതേപോലെ ടെൻഷനുമായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയായിരിക്കും, ദേഷ്യം കൂടുതലുള്ള ആളാണോ? നമുക്ക് ഈ പല കഥകളും ഒക്കെ കേട്ടിട്ട് കുറച്ച് ദേഷ്യമുള്ള ആളാണെന്നൊക്കെ ഒരു മനസ്സിൽ നമുക്ക് ഇങ്ങനെ ഉണ്ട്. പക്ഷെ അദ്ദേഹം ഫസ്റ്റ് ഡേ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം ആ ഉള്ള ഒരു സാധനം, ആ ഒരു ഇമേജ് കംപ്ലീറ്റ്ലി മാറി. ഭയങ്കര കംഫർട്ടായിരുന്നു. അദ്ദേഹം ചെറിയ ചെറിയ തമാശകൾ പറയുന്നത്, അദ്ദേഹം പറയുന്ന തമാശ
ഒന്നൊരു കാരണം അതേ തമാശ പറയുമെന്നൊക്കെ നമുക്ക് ഡൗട്ടാണ്. അപ്പൊ അതെ, തമാശ പറയും പറയുമോ? തമാശ നന്നായി പറയും അദ്ദേഹം. അപ്പോൾ അങ്ങനെ അത്ര നമ്മളെ ഒരു കംഫർട്ട് സോണിൽ എത്തിച്ചിട്ടാണ് അദ്ദേഹം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അത് ഭയങ്കര രസമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനൊരു മൂവിയാണ് അദ്ദേഹത്തോടൊപ്പം ചെയ്തേക്കുന്നത്, അദ്ദേഹത്തിന്റെ സ്വന്തം ക്രിയേറ്റേഴ്സ്. ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി ഹണി റോസ് നൽകിയത് ലൈംഗിക അധിക്ഷേപത്തിനെതിരെയുള്ള ശക്തമായ വകുപ്പുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയുള്ള പരാതി. നിയമ വിദഗ്ധരുടെ ഉപദേശം തേടിയ ശേഷമാണ് നടി വിശദമായ പരാതി തയ്യാറാക്കി പോലീസിന് നൽകിയത്. സംഭവത്തെക്കുറിച്ചുള്ള വാർത്ത നൽകുമ്പോൾ തന്റെ പേര് മറക്കരുതെന്നും ഹണി റോസ് മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഉദ്ഘാടന വേദിയിൽ അപമാനകരമായി പെരുമാറിയപ്പോൾ ഉള്ളിൽ കനത്ത വേദനയുണ്ടായെങ്കിലും ചടങ്ങ് അലങ്കോലമാക്കേണ്ട എന്ന ചിന്തയിലാണ് ചിരിച്ചു നിന്നതെന്നും നടി സൂചിപ്പിച്ചു. പിന്നീട് ലൈംഗിക അധിക്ഷേപം നടത്തുക എന്ന ഉദ്ദേശത്തോടെ പ്രതി പിന്തുടരുകയായിരുന്നു എന്നും നടിയുടെ പരാതിയിലുണ്ട്. തലശ്ശേരിയിലെ ബ്യൂട്ടി പാർലർ ആൻഡ് ജിം ഉദ്ഘാടന സ്ഥലത്തെത്തിയ പ്രതി ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. ഇതിനുശേഷം ചെമ്മണ്ണൂർ ജുവലേഴ്സിന്റെ തൃപ്രയാർ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചിരുന്നു. പിന്നീട് പ്രതികാര ബുദ്ധിയോടെ പല അഭിമുഖങ്ങളിലും അനാവശ്യമായി തന്റെ പേര് പറഞ്ഞെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അസഭ്യ പരാമർശങ്ങൾ നടത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് പരാതി നൽകിയത്. നടിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെയാണ് കേസ് നൽകിയത്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. ഇക്കാര്യം ഹണി റോസ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു.